നിങ്ങളുടെ പാർട്ട്ണറായിട്ട് വഴക്കുണ്ടാവുമ്പോൾ പണ്ട് നടന്ന കാര്യങ്ങളെല്ലാം ഇടയ്ക്ക് കയറി വന്നിട്ട് ഈ വഴക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവാറുണ്ടോ? ഈ ഒരു സിനാരിയോക്ക് പറയുന്ന പേരാണ് കിച്ചൺ സിങ്കിങ്. നമ്മളൊരു ചെറിയ പ്രശ്നത്തെ കുറിച്ച് സംസാരിച്ചു വരികയാണ്, അങ്ങനെ അതൊരു ആർഗ്യുമെന്റ് ആവുന്ന ഈ ആർഗ്യുമെന്റിലേക്ക് നമ്മളെ പാർട്ട്ണർ പണ്ട് എന്നോ ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിടുന്നത്. ഇങ്ങനെ ഈ ആർഗ്യുമെന്റ് ഒരു വലിയ വഴക്കായി മാറുന്നു. ഇതിനെയാണ് നമ്മൾ കിച്ചൺ സിങ്കിങ് എന്ന് പറയുന്നത്. ഇത് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന മാത്രമല്ല, എന്ത് പറഞ്ഞിട്ടാണോ നമ്മൾ അവിടെ ആ പ്രശ്നം തുടങ്ങിയത് ആ പ്രശ്നമായിട്ട് പരിഹരിക്കപ്പെടാൻ പറ്റുകയില്ല. പിന്നെ ഈ വഴക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പാർട്ട്ണറിന്റെ അടുത്ത് തോന്നുന്ന ട്രസ്റ്റും ഇമോഷണൽ കണക്ഷനും ഒക്കെ ചോദ്യം ചെയ്യപ്പെടാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്നറിയോ? നമ്മൾ ഇപ്പൊ എന്താണോ സംസാരിച്ചുകൊണ്ടിരുന്നത്, എന്താണോ ഇപ്പോഴത്തെ പ്രശ്നം, അതിപ്പോ സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. എന്നിട്ട് ബാക്കി പ്രശ്നങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. അതായത് ഇപ്പോഴത്തെ പ്രശ്നം സംസാരിച്ച് തീർത്തതിന് ശേഷം മറ്റു കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്ത് വെക്കുക. അപ്പൊ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവില്ല. നമുക്കിത് കഴിഞ്ഞതിന് ശേഷം ബാക്കി പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ വഴക്ക് ഭയങ്കര രൂക്ഷമാവുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് ഒന്ന് പുറത്തൊക്കെ പോയി ഫ്രീ ആയി വന്നതിന് ശേഷം നല്ല രീതിയിൽ സംസാരിച്ചിട്ട് എന്താണോ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായത് അത് പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക. അവര് പറയുന്നതും അതേപോലെ തന്നെ കേൾക്കാനും ശ്രമിക്കണം കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് തേടാൻ മറക്കണ്ട.